കൃതികൾ ധാരാളം ഇറങ്ങുന്നു. ക്ലാസിക്കുകൾ അപൂർവമായി സംഭവിക്കുന്നു. വി ഷിനിലാലിൻ്റെ നോവൽ ഇരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആമുഖം വേണമെന്നും 1720 മുതൽ 2020 വരെയുള്ള ബൃഹത്തായ 300 വർഷത്തെ മനുഷ്യജീവിതമാണ് ഈ കൃതി. ഇത്രയും വിശാലമായ ക്യാൻവാസിൽ എഴുതപ്പെട്ട കൃതികൾ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സ്ഥാപനം മുതൽക്കുള്ള 3 നൂറ്റാണ്ടുകളിൽ ജനതയുടെ ജീവിത പരിണാമങ്ങൾ മുഴുവൻ ഇരുവിൽ കാണും. ലോകമഹായുദ്ധങ്ങൾ, പ്രളയങ്ങൾ, മഹാമാരികൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഇന്ത്യ വിഭജനം തുടങ്ങി എല്ലാ പ്രധാന ചരിത്ര സന്ദർഭങ്ങളും സാഹിത്യത്തിലോ ചരിത്രത്തിലോ ഇടം കിട്ടാത്ത തിരുവിതാംകൂറിലെ വേടർ, കാണിക്കാർ തുടങ്ങിയ ആദിമ മനുഷ്യരുടെ ജീവിതവും സംസ്കാരവും ഭാഷയും മിത്തുകളും ഇരുവിൽ ഉരുക്കി ചേർത്തിരിക്കുന്നു. ഇത് വെറും ദേശകഥാഖ്യാനവുമല്ല. ചെറുദേശം വിട്ട് കടലുകളും കടന്ന് ഇന്ത്യയിലെ മഹാൻ നഗരങ്ങളും അതിർത്തികളും കടന്ന് ഹോങ്കോങ്, ഇംഗ്ലണ്ട്, കാനഡ, ചെക്കോസ്ലോവാക്കിയ തുടങ്ങിയ വിദൂര ദേശങ്ങളിലേക്ക് നീളുമ്പോഴും നോവലിൽ പറയുന്ന പോലെ ലോകത്തുള്ള സകല മനുഷ്യർക്കും കൂടി ഒരു കഥയേ ഉള്ളൂ എന്ന മട്ടിൽ എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നു. കാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കായനദിയുടെ ഇരു കരകളിലുമായി ജീവിക്കുന്ന മനുഷ്യരുടെ കഥയാണ്. പ്രാചീന ഗോത്രഭാഷ മുതൽ ഏറ്റവും പുതിയ സ്മൈലികൾ വരെ ഇരുവിൽ ഉപയോഗിച്ചിരിക്കുന്നു. പല വാക്കുകളും ആദ്യമായി അച്ചടിമഷി പുരളുന്നത് ഈ കൃതിയിലാണ്. രണ്ടാം ഭാഗമായ വേടൻ തൊടി മലയാള നാട്ടിലെ മനുഷ്യാധിവാസത്തിൽ തുടങ്ങി വേടരുടെയും കാണിക്കാരുടെയും ജീവിതം പറയുന്ന 50 അധ്യായങ്ങളാണ്. മൂന്നാം ഭാഗമായ പിതാമഹൻ 100 വർഷം ജീവിച്ച വിക്രമൻ തമ്പി എന്ന ഉഗ്രൻ കഥാപാത്രത്തിൻ്റെ കഥയിലൂടെ ആധുനിക കാലത്തെ അവതരിപ്പിക്കുന്ന 50 അധ്യായങ്ങളാണ്. നാടൻ പാട്ടുകളും മിത്തുകളും നിറഞ്ഞ അനവധി കഥകൾ ചുറ്റിപ്പണഞ്ഞ മഹാവൃക്ഷമാണ് ഇത്. 21-ാം നൂറ്റാണ്ടിലെ മലയാള നോവലിൽ വികസിക്കാനിരിക്കുന്ന സൗന്ദര്യശാസ്ത്ര സാധ്യതകൾ കൂടി അത് വെളിപ്പെടുത്തുന്നു എന്ന് പ്രമുഖ നിരൂപകനായ ഡോക്ടർ PK രാജശേഖരൻ അഭിപ്രായപ്പെടുന്നു. പല നോവലുകൾ വായിച്ച അനുഭവം ഇരു എന്ന ഒറ്റ നോവൽ പകർന്നു വരുന്നു. എല്ലാത്തിനുമുപരിയായി വലിയ ആഴത്തിൽ ജീവിതത്തെയും ചരിത്രത്തെയും സമീപിക്കുമ്പോഴും വായനയ്ക്ക് ഒരുവിധ തടസ്സവും ഉണ്ടാകാത്ത വിധമാണ് ഇരുവിൻ്റെ ഭാഷ. കാമപൂർത്തിയിൽ ശരീരം ഉരുകിയതിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ടാണ് നദിക്ക് കായനദി എന്ന പേർ വന്നത്. ഈ നോവലിൻ്റെ അടിത്തട്ടിൽ കാമനദിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശാന്തമെന്ന് തോന്നുന്ന ആവാസ വ്യവസ്ഥകൾ ഹിംസയിലാണ് വേഗം നിൽക്കുന്നത് എന്ന് അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നു. പുതിയ കാലത്തെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് ഇരു.